പ്രിയമുള്ളവരെ, ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഇടുക്കിക്കാർ എന്തായിരിക്കണം ചിന്തിക്കേണ്ടത്? സാധാരണഗതിയിൽ ഒട്ടേറെ വികസന പ്രക്രിയകളെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ ഇടുക്കിയെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ പറയാൻ കാരണം, മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ നമ്മളുടെ നാട്ടിൽ ഒട്ടനവധി നിരോധനങ്ങളാണ് ഈ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. നമ്മുടെ പൊന്നും വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിലുള്ള നമ്മുടെ അവകാശം 2023 കൊണ്ടുവന്ന നിയമം മൂലം ഇല്ലാതാക്കിയിരിക്കുന്നു. അതിൽ നിർമ്മിച്ച നിർമ്മിതികൾ നിയമവിരുദ്ധമാക്കി മാറ്റിയിരിക്കുന്നു. അതിന് വലിയ തോതിലുള്ള പിഴകൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് സമ്മാനമാണെന്ന് അണികളെ വെച്ച് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഇവിടെ പരിസ്ഥിതിവാദികളാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരു പരിസ്ഥിതിവാദിയും കേരള ഹൈക്കോടതിയിൽ അങ്ങനെ കേസ് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന 132ഓളം നമ്മളുടെ അഭിഭാഷകരാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് അവിടെ വെച്ചിട്ടുള്ളത്. ഈ അഭിഭാഷകർ അവിടെ എടുക്കുന്ന നിലപാടാണ് പ്രശ്നം. അത് ഗവൺമെന്റ് നിലപാടായിട്ടാണ് കോടതി കാണുന്നത്. അവിടെ ഇത്തരം ഭൂമികളിൽ നിർമ്മാണം പറ്റില്ലെന്ന് പറഞ്ഞത് കേരള ഗവൺമെന്റ് ആണ്. അത് തിരുത്താൻ വളരെ സിമ്പിളായ വഴികൾ ഉണ്ടായിട്ടും ഒരു നിയമം തന്നെ നിർമ്മിക്കുക, എന്നിട്ട് ഇന്നേ വരെ കേരളം കാണാത്ത മാരകമായ ചട്ടനിർമ്മിതി ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോ ഭൂമിയിലുള്ള അവകാശം നിഷേധിക്കുക, അവിടെ നിർമ്മാണം നിരോധിക്കുക, ഭാവി നിർമ്മാണം സമ്പൂർണ്ണമായി നിരോധിക്കുന്നു. നമുക്ക് 10 സെന്റ് സ്ഥലം വിറ്റ് നമ്മളുടെ ഒരു ബാങ്ക് കടം വീട്ടാൻ പറ്റുമോ? നമുക്ക് ഒരു മകളുടെ വിവാഹം, വിദ്യാഭ്യാസം, ഈ വക കാര്യങ്ങൾക്ക് നമ്മളുടെ ഭൂമിയുടെ വാല്യൂ ഇല്ലാതാക്കിയില്ലേ? നമ്മൾ എങ്ങനെയാണ് ഇടുക്കിയിൽ വികസനം കൊണ്ടുവരിക? എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നറിയാം ഈ മേഖല. എത്ര ബിസിനസ്സുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട കച്ചവടം നടക്കുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങൾ എത്രമാത്രം ഓടുന്നുണ്ട്. ഇതെല്ലാം ഇടുക്കിയിൽ ആ വഴിക്ക് അവസാനിച്ചു. അത് മാത്രമല്ല, ഒട്ടനവധി നമുക്കിപ്പോ മൂന്നാറെടുത്താൽ മൂന്നാർ അതോറിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷി പോലും നിരോധിക്കുന്ന വകുപ്പ് അതിൻ്റെ അകത്തുള്ളത്. അതിന്റെ വിജ്ഞാപനം കഴിഞ്ഞതാണ്, നടപ്പാക്കിയാൽ മതി. നിങ്ങൾ ഈ ചെയ്യുന്ന വോട്ട് നടപ്പാക്കാനുള്ള അവസരം കൊടുക്കലാകും എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, 15-13 പഞ്ചായത്തിൽ ദുരന്ത നിവാരണ നിയമം വലിയ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, നമ്മുടെ ഭൂമിയുടെ സകല വാല്യൂ നഷ്ടപ്പെടുത്തുന്ന ദുരന്ത നിവാരണ നിയമം നമുക്ക് വേറെ ഏൽപ്പിച്ചേക്കുന്നു. നാളുകളിൽ ഇത് ജില്ലയിലേക്ക് ആകും, ഒരു സംശയവും വേണ്ട. അങ്ങനെയാണ് ഇവരുടെ പാരമ്പര്യം. മറ്റൊരു കാര്യം, വനവൽക്കരണത്തിനായി ഒട്ടേറെ റിസർവുകൾ പ്രഖ്യാപിച്ച ആനച്ചാൽ ടൗൺഷിപ്പ് റിസർവാണ്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് 16ഓളം റിസർവ് ഫോറസ്റ്റുകൾ പ്രഖ്യാപിച്ചതിൽ ഒട്ടനവധി റിസർവുകൾ ഈ ഇടുക്കി ജില്ലയിലാണ്. അതിൽ ചിന്നക്കനാൽ പ്രദേശത്ത് കർഷകരുടെ ഭൂമി റിസർവാണ്. മാങ്കുളം പ്രദേശത്തെ 2000ഓളം കുടുംബങ്ങളുടെ ഭൂമി റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചിരിക്കുക. ഒട്ടവള 6000ഓളം ഏക്കർ റിസർവ് ഫോറസ്റ്റ് ആക്കിയിരിക്കുക. ഇവർ അനവധി വില്ലേജുകളെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. 1 ലക്ഷം പേർക്ക് പട്ടയം കിട്ടാനാണ്. എന്താണ് കൊടുക്കാൻ പാടില്ലത്രേ? ഒന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു, ഒന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. എന്താ കാരണം? ഈ കാര്യത്തിൽ ഹൈക്കോടതി ഇട്ട ഒരു നോർമൽ സംശയത്തിന്റെ മറുപടി കൊടുക്കാൻ കഴിയാതെ ആ ഇട്ട സ്റ്റേ മാറ്റാൻ ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് പറ്റിയിട്ടില്ല. മറ്റൊന്ന്, CHRുമായി ബന്ധപ്പെട്ട് കുറ്റകരമായ അനാസ്ഥ സുപ്രീം കോടതി എടുത്തത്, അവിടെ നിന്നാണ് സ്റ്റേ വന്നേക്കുന്നത്. അതും മാറ്റുന്നതിന് ഒരു അഫിഡവിറ്റ്, ഇതിന്റെ വസ്തുതകൾ അടങ്ങുന്ന ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ആദ്യം തയ്യാറായാൽ മതി. ചെയ്യുന്നില്ല. 536 പട്ടയം രവീന്ദ്രൻ പട്ടയം റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കും. കാരണം എന്താ? തഹസീൽദാരല്ല ഒപ്പിട്ടത്, ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ഒപ്പിട്ടു. ഇതാണ് സാങ്കേതികമാണ്. കൊടുത്തോ? കൊടുക്കില്ല. ഇവർ ഈ നാടിനെ വനവൽക്കരിച്ച് വിദേശ ശക്തികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി, കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി അനവധി പദ്ധതികളാണ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നത്. കണ്ടില്ലേ? നമ്മുടെ പി പ്രസാദ് കൃഷിമന്ത്രി ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്ത ഹർജി ഈ 4 താലൂക്കുകൾ, തൊടുപുഴ ഒഴികെയുള്ള പ്രദേശം വനമാക്കാനാ ESA ആക്കണമെന്ന് ആവശ്യപ്പെട്ടാ പോയത്. ആലപ്പുഴയുള്ള പി പ്രസാദ് ഇടുക്കിയില് വനം ഉണ്ടാക്കാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോൾ CPI പോലുള്ള ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലുണ്ടാവുകയും മന്ത്രിയായിരിക്കുകയും ചെയ്തയാളാണ് പോയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങൾ വ്യാജമായിട്ട് പറയുന്നതല്ല. ഞങ്ങൾ ഒരു വാക്ക് പോലും ഒരു പാർട്ടിക്കെതിരെയോ
ഒരു ഇലക്ഷൻ ഫീൽഡിന് വേണ്ടിയോ അല്ല പറയുന്നത്. ഈ ഇടുക്കി പോലുള്ള ഈ മണ്ണിനെ സ്നേഹിക്കുന്ന, ഈ ജനതയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ഈ ലെവലിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജനത ഇവിടെ നിലനിൽക്കണം, ഈ നാട് നിലനിൽക്കണം. ഇവിടുത്തെ മനുഷ്യരുമായിട്ടുള്ള ആ ത്യാഗപൂർണമായ ജീവിതത്തിന് ശേഷം സ്വതന്ത്രമായി ജീവിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വത്ത് നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം, ഭരണഘടന പോലും തരുന്ന അവകാശങ്ങളെ ഈ നിഷേധിക്കുന്ന ഈ പ്രമാണിമാർക്കെതിരെയുള്ള ഒരു വികാരം നമ്മുടെ ഇലക്ഷൻ പ്രതിഫലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര വർഷം നീണ്ടു നിന്ന സാഹചര്യം ഇടത് ഗവൺമെന്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കാൻ ഇവർ തയ്യാറാവാത്തത്? നാളെ പരിഹരിക്കാം, ഞങ്ങൾ അടുത്ത ആഴ്ച പരിഹരിക്കാം, ഈ വാഗ്ദാനങ്ങളല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ ഇടുക്കിയോട് കൂറ് കാണിച്ചിട്ടുണ്ടോ? ഈ നാട് ഇടതുപക്ഷത്തിന് എന്തെല്ലാം കൊടുത്തു? ഒരു സീറ്റ് പോലും കിട്ടില്ലാത്തടത്ത് MLA സ്ഥാനം കൊടുത്തു. കഴിഞ്ഞ റൗണ്ടിൽ 70% പഞ്ചായത്ത് ഭരണം കൊടുത്തു. എന്താണ് ഈ നാട്ടിൽ നടന്നത്? നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഇപ്പോ ഈ മൂന്നാർ പ്രദേശത്തെ 10 പഞ്ചായത്തുകാര് ഒരു കരണ്ടെടുക്കാൻ പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയായിട്ട് പോകണം. കിട്ടും. വൻകിടക്കാർ വന്ന് വൻ പദ്ധതികൾ കിടന്നിട്ട് സാധാരണക്കാരന് തൊഴുത്തു വെക്കാൻ അവകാശമില്ല. പ്രതിഷേധിക്കണ്ടേ? ഇവിടെ 200 വർഷം 100 വർഷം പഴക്കമുള്ള ഹൈവേ തടഞ്ഞു വച്ചിരിക്കുക, പരിഹാരമില്ല. പിന്നെ ഏത് വികസനത്തെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നിങ്ങളും ഈ സ്ഥാനാർത്ഥികളും ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? നമുക്ക് ഈ പറയപ്പെടുന്ന ഒട്ടേറെ നിരോധനങ്ങൾ കൊണ്ട് ഈ ഡാമിന് ബഫർ സോൺ, റോഷി പോലുള്ള കർഷകപക്ഷ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു മന്ത്രിയുള്ള ജില്ലയിൽ ഡാമിന് ബഫർ സോൺ, എന്ത് ആഭാസമാണ് കാണിച്ചത്? ESA എത്രയോ സമരം ചെയ്താൽ മാറ്റാൻ പറ്റിയത്? അടിക്കടി നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മുടെ ഭൂമിയുടെ അവകാശം നിഷേധിക്കുന്ന, നമ്മുടെ സാമൂഹിക ജീവൻ നിഷേധിക്കുന്ന പണിയല്ലേ ഇവർ ചെയ്യുന്നത്? റോഷി ഒരു മാണി വിഭാഗത്തിന്റെ മന്ത്രിയല്ലേ? അദ്ദേഹത്തിന് ഇടപെടാൻ പാടില്ലേ? ഒരു ഫോറസ്റ്റ് ആക്ട് കൊണ്ടു കണ്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം? എന്ത് മാരകമായിട്ടാ നമ്മളെ തീർത്ത് കളയാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഈ സർക്കാർ ഇതുവരെ നമുക്ക് മുന്നോട്ട് വെച്ചത്. അത് അതിനുള്ള ശക്തമായ താക്കീതായി ഈ ഇലക്ഷൻ മാറണം. ഇല്ലെങ്കിൽ നിങ്ങളും ഞാനും ഈ മണ്ണിന്റെ അവകാശികളായിരിക്കില്ല. നമ്മളുടെ ഭാവി അതീവ അപകടത്തിലാണ്. ഞങ്ങൾ ആരെയും സ്ഥാനാർത്ഥികളാക്കിയിട്ടില്ല, ഞങ്ങൾ മത്സരിക്കുന്നുമില്ല, അതിനുവേണ്ടി പറയുന്നതുമല്ല. ഒരാൾക്ക് വേണ്ടിയും സ്വാധീനിക്കാൻ വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി, ഈ നാടിന് വേണ്ടിയുള്ള ഈ ഞങ്ങളുടെ പരിശ്രമത്തെ നിങ്ങൾ പിന്തുണയ്ക്കണം. കൃത്യമായും ഇതിൻ്റെ അകത്തുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം ഈ ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത ഒരു കാര്യത്തിന് പരിഗണന കൊടുക്കുന്ന ഒരു കാര്യം ഒരു ഇടുക്കിക്കാരനും ചെയ്യരുത് എന്നാണ് അതിജീവന പോരാട്ട വേദിക്ക് പറയാനുള്ളത്.